ഗായ്സ് രാവിലെ തന്നെ എനിക്ക് നോക്കിയപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ മാറ്റി ഒരുങ്ങി പോകുന്നുണ്ടോ ചോദിച്ചപ്പോൾ മെഡിക്കൽ എടുക്കാൻ പോകാന്നാ പറഞ്ഞത്. എല്ലാവരും മാറ്റി ഇറങ്ങിയിട്ട് പിന്നെ കുളിക്കാനുള്ള സമയം തന്നെ ഇപ്പോൾ ആവണുള്ളൂ. വേറൊരുത്തം ഇവിടെ കാര്യമായിട്ട് സൺസ്ക്രീനും തേച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഒന്നും തേക്കാതെ ഇറങ്ങൂല. നമുക്ക് ഏതായാലും പ്രത്യേകിച്ച് ഒരു പണിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വരെ യാത്ര ആക്കിയിട്ട് വരാമെന്ന്. നടന്നിങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ചെപ്പോൾ ഒരുത്ത നമ്മളെ കൂട്ടത്തിൽ ദഫ് കളിക്കാൻ പോണ കോസ്റ്റ്യൂമിൽ ഇനിയിപ്പോൾ അവിടെ ദഫ് കളി ഉണ്ടോ എന്ന് പറഞ്ഞോ അറിയില്ല. കമ്പനിന്റെ ബസ്സാണ് ഇവരും കാത്ത് പുറത്തൊക്കെ ഉണ്ട്. എന്നിട്ട് അതിലും കയറി പോയി. ഈ ക്യാമ്പിനുള്ളിൽ എന്തൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരു ക്ലിനിക് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. കുറച്ച് മുന്നോട്ട് നടന്ന ഇവിടെ ഒരു വലിയൊരു പള്ളിയും കാണാം. ഇനി ഇതിന്റെ ഉള്ളിൽ ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ടോ. ഇവിടെ ക്രിക്കറ്റും ഫുട്ബോൾ കളിക്കേണ്ട ഉള്ളിൽ കളിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കാറ്റുകൊണ്ടിരിക്കാനുള്ള സൗകര്യം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ തിരുമാൻ വേണ്ടി ഇവിടെ 3 വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇവിടുത്തെ ഉറപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഡ്രസ്സിന് തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ ഒരു കവർ ഉണ്ടാവും. അതിൽ 4 ഡ്രസ്സ് വെച്ചിട്ട് പുറത്തുകൊണ്ട് വെച്ചാൽ 2 ദിവസം കൊണ്ട് അവരെ തിരുമ്പി കൊണ്ടുവന്നിരും. 4 കൂടുതൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടി. ഞങ്ങൾക്ക് നാളെ മെഡിക്കൽ ഇവിടെ ഒരുത്താൻ താടിയൊക്കെ ഷേപ്പാക്കലുണ്ടാ നാളെ പെണ്ണ് കാണലിന് പോണ കാര്യമാണ്. പുറത്ത് വന്നപ്പോൾ റൂം ക്ലീൻ ആക്കാനൊക്കെ സ്റ്റാഫ് ഇവിടെ വന്നിട്ടുണ്ടോ. നമുക്ക് ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോയി കുളിയും കഴിഞ്ഞ് വന്ന് നേരെ കിടന്ന് ബാക്കി നാളെ